everyone, welcome to Catalyst Education. ഇന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പൈലറ്റ് സർവേ. സോ പൈലറ്റ് സർവേനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എന്താണ് പൈലറ്റ് സർവേ, അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്താണ് പൈലറ്റ് സർവേ എന്നുള്ളത്. അപ്പം നമ്മളിപ്പം ഒരു സർവേ നടത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനെയേഴ്സ് പ്രിപ്പയർ ചെയ്യും അല്ലെ. സോ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പം ഒരു ഹ്യൂജ് പോപ്പുലേഷന്റെ അടുത്താണ് ഈ ഒരു സർവേ നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനെയർ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ആ സർവേ കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളത്. സോ നമ്മളൊരു ഒരു മെയിൻ സർവേ നമ്മൾ നടത്തുന്നതിന്റെ മുൻപേ നമ്മൾ വളരെ കുറച്ച് ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്താക്കും, സർവേ നടത്തും. നമുക്കിപ്പം എല്ലാ ഹൗസ് ഹോൾഡ്സിന്റെയും ഇൻകം നമുക്ക് അറിയണം. ഓക്കെ, അവര് ഇപ്പൊ 1,00,000 മുകളിൽ ഇൻകം ഉള്ള എത്ര ആളുകളുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സർവേ നടത്തണമെങ്കിൽ അത് നമ്മൾ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനേഴ്സ് നമ്മൾ അവരോട് ചോദിക്കും. എന്നിട്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കും. സോ അങ്ങനെ നമ്മൾ വളരെ ചെറിയൊരു പോപ്പുലേഷനിൽ നമ്മളെ ക്വസ്റ്റ്യനർ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. സോ എന്തേ ഉള്ളൂ, when questionnaire is ready, questionnaire ready ആയി കഴിഞ്ഞാൽ it is advisable to conduct a tryout with a small group of population. നമ്മൾ എന്താക്കും, ജസ്റ്റ് ഒരു ട്രൈ ഔട്ട് ചെയ്യും. ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ നമ്മൾ എന്താക്കും, ഒരു ട്രൈ ഔട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യനെയർ ഓക്കെ ആണോ അല്ലേ, നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിനെയാണ് നമ്മൾ പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് നോൺ ആസ് പൈലറ്റ് സർവേ ഓർ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റ്യനെയർ. എന്താണ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റ്യനെയർ ആണ്. സപ്പോസ് നമ്മൾ എന്താക്കാം, നമ്മളിപ്പോ ഒരു എക്സാം നടത്താണ്, ഒരുപാട് കുട്ടികൾക്കുള്ള എക്സാം ആണ്. സോ കുട്ടികൾക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ട് ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറിയ കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെടുത്ത് പോയിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതൊക്കെ ഒരു പാർട്ട് ഓഫ് പൈലറ്റ് സർവേ ആണ് നമുക്ക് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇറ്റ്സ് ലൈക്ക് എ ടെസ്റ്റ് സർവേ. അതെന്താണ്, ഒരു ടെസ്റ്റ് സർവേ പോലെയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനെയറിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇത്തരത്തിലുള്ള ഷോർട്ട് സർവേസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്താക്കും, നമ്മൾ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യും. അപ്പൊ പ്രോബ്ലംസ് നമ്മൾ മുൻപേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, നമ്മൾ ഒരു വലിയ ഹ്യൂജ് സർവേ ചെയ്യുമ്പോൾ ഒരുപാട് പൈസയും ഒരുപാട് ടൈമും ഒക്കെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. സോ അതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള പൈലറ്റ് സർവേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഗവൺമെന്റ് വാണ്ട്സ് ടു കണ്ടക്ട് എ സർവേ ഓൺ ഹൗസ് ഹോൾഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഹൗസ് ഹോൾഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ട് ഗവൺമെന്റ് എന്താക്കാണ്, ഒരു സർവേ കണ്ടക്ട് ചെയ്യാണ്. അപ്പം ആ ഒരു സർവേ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഗവൺമെന്റ് എന്താക്കും, ഒരു 10,000 ഹൗസ് ഹോൾഡിന്റെ അടുത്തുനിന്ന് എന്താക്കും, അവരുടെ ഇൻകം എക്സ്പെൻഡിച്ചർ ഒക്കെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇൻകം എക്സ്പെൻഡിച്ചർ ഒക്കെ കളക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു 10,000 ഹൗസ് ഹോൾഡ്സിന്റെ അടുത്തുനിന്ന് ഗവൺമെന്റ് എന്താക്കാണ്, ഒരു സർവേ കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ 10,000 ഹൗസ് ഹോൾഡ്സിന്റെ എന്താണ് കിട്ടേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ഗവൺമെന്റിന് കിട്ടേണ്ടത്. സോ ഈ ഒരു 10,000 ഹൗസ് ഹോൾഡ്സിന്റെ ഈ ഒരു സർവേ നടത്തുന്നതിന്റെ മുൻപേ ആയിട്ട് ഗവൺമെന്റ് എന്താക്കാണ്, ഒരു 100 ഹൗസ് ഹോൾഡ്സിന്റെ അടുത്ത് പോയിട്ട് ഇൻകം എക്സ്പെൻഡിച്ചർ ഒക്കെ കളക്ട് ചെയ്യാണ്. അപ്പൊ എന്താണ്, ഒരു ടെസ്റ്റ് ക്വസ്റ്റ്യനെയർ ആണ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പൈലറ്റ് സർവേ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു 100 വീടുകളിൽ പോയിട്ട് നമ്മൾ എന്താക്കാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ കളക്ട് ചെയ്യാണ്. സോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്ര ടൈമാണ് അതിന് എടുക്കുന്നത്, എത്ര മണിയാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഹൗസ് ഹോൾഡ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനും പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ പൈലറ്റ് സർവേന്റെ പേർപ്പസ് എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്, ടു ചെക്ക് വെദർ ദി ക്വസ്റ്റ്യൻസ് ആർ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ക്ലിയറും അണ്ടർസ്റ്റാൻഡബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ടു ടെസ്റ്റ് ദി ടൈം നീഡഡ് ടു കംപ്ലീറ്റ് ദ സർവേ. ആ ഒരു കംപ്ലീറ്റ് സർവേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം ഏകദേശം വേണ്ടി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല
to identify potential problems in data collection like wording, order of question or response categories. അപ്പൊ നമുക്ക് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ അതിന്റെ ഒരു പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മുടെ വേർഡിങ്സ് ഒക്കെ കറക്റ്റ് ആണോ, നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ട ഓർഡർ കറക്റ്റ് ആണോ, റെസ്പോൺസ് നമ്മൾ വിചാരിച്ച രീതിയിലാണോ നമുക്ക് കിട്ടുന്നത്, ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ടു സീ ഇഫ് ദി ചൂസൺ സാമ്പിൾ മെത്തേഡ് വർക്ക്സ് പ്രോപ്പർലി. നമ്മൾ കുറച്ച് സാമ്പിൾസിന് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, സോ അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാമ്പിൾസ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ആളുകളാണോ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ടു ട്രെയിൻ സർവേ സ്റ്റാഫ് ബിഫോർ ദി മെയിൻ സർവേ. അത് മാത്രമല്ല, മെയിൻ സർവേ നമ്മൾ നടത്തുന്നതിന് മുൻപേ ആയിട്ട് നമ്മുടെ സ്റ്റാഫുകളെയും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. കണ്ടക്റ്റഡ് ഓൺ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് റെസ്പോണ്ടൻസ്. ഒരു സ്മോൾ ഗ്രൂപ്പിന്റെ അടുത്തായിരിക്കും നമ്മൾ എന്താക്കുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഏതിന്റെ മുൻപേ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മെയിൻ സർവേന്റെ മുൻപേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൈലറ്റ് സർവേ നമ്മൾ ചെയ്യും. ഓക്കെ, ഫോക്കസസ് ഓൺ ഇംപ്രൂവ്മെന്റ് ഓഫ് സർവേ ഡിസൈൻ ആൻഡ് പ്രൊസീജിയേഴ്സ്. മെയിൻ ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഒരു പൈലറ്റ് സർവേ കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയറിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ നമ്മുടെ സർവേന്റെ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് പൈലറ്റ് സർവേ ഫോക്കസ് ചെയ്യുന്നത് സർവേന്റെ ഡിസൈനും അതുപോലെ തന്നെ സർവേന്റെ പ്രൊസീജിയേഴ്സിലും ആയിരിക്കും. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും ഇറേഴ്സോ അല്ലെങ്കിൽ കോസ്റ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആക്ച്വൽ സർവേയിൽ നമുക്ക് വരുന്ന ഒരുപാട് ഇറേഴ്സും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ പൈലറ്റ് സർവേ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പൈലറ്റ് സർവേനെ പറ്റിയിട്ടുള്ളത്. എന്താണ് പൈലറ്റ് സർവേ, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.